ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും മിനുസ്കിച്ചണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ വന്നിട്ടുള്ളത് ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ലാസ്റ്റ് ഞാൻ വീഡിയോ ഇട്ട സമയത്ത് ഒരുപാട് പേര് എന്നോട് പറഞ്ഞിരുന്നു ഇതുപോലെ സിമ്പിളായിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിൻ്റെ മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇന്നത്തെ റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മൾ 2 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 മുട്ട വെച്ചിട്ട് ചെറിയൊരു ക്വാണ്ടിറ്റിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ 2 മുട്ടയും കൂടെ ഒരു ബൗളിലോട്ട് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നന്നായിട്ട് നമ്മൾ ബീറ്റ് ചെയ്യണം, നന്നായിട്ട് പതപ്പിച്ചെടുക്കണം. അപ്പോഴേ നമ്മളെ സ്നാക്ക് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടിരിക്കുള്ളൂ. അപ്പോൾ മാക്സിമം നിങ്ങൾക്ക് വിസ്ക് വെച്ചിട്ട് ഇതേപോലെ വിസ്കോ ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി നോക്കുക. അപ്പോൾ ഇതേപോലെ ഞാൻ മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ലപോലെ പതഞ്ഞ് വന്നിട്ടുണ്ട്. മുട്ട നന്നായിട്ട് ബീറ്റ് ആയതിനു ശേഷം നമ്മളിതിലേക്ക് കടലപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം കടലപ്പൊടി ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, ബജീൻ്റെ പൗഡർ കിട്ടും. അപ്പം അത് യൂസ് ചെയ്താലും നല്ല ടേസ്റ്റാണ്. ആദ്യം ഞാൻ 3 സ്പൂൺ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. നമ്മൾ കൂടുതൽ പൊടി ഇതിൽ ആഡ് ചെയ്യുന്നില്ല. പൊടി കൂടിപ്പോയാൽ എന്ത് സംഭവിക്കുക വെച്ചാൽ നമ്മുടെ സ്നാക്ക് നല്ല കട്ടിയായിരിക്കും. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്കാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പം ഒരു 5 സ്പൂണ് പൊടിയാണ് ഞാനിപ്പോൾ ഇതിലോട്ട് ചേർത്തിട്ടുള്ളത്, കടലപ്പൊടി. പിന്നെ ഇതിലേക്ക് ഒരു ചെറിയൊരു സവാള ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 2 പച്ചമുളക്. അപ്പം പച്ചമുളക് ഇതിനേക്കാൾ എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഒരു 3 വരെ ചേർക്കാം. ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളി നമ്മൾ ഇതിൽ ചേർക്കണില്ല, ഇഞ്ചി മാത്രമാണ് ചേർക്കുന്നത്. പിന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ഞാൻ എക്സ്ട്രാ ആയിട്ട് കുറച്ച് സോഡാപ്പൊടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ സോഡാപ്പൊടി ചേർക്കാൻ ഇഷ്ടമില്ലാത്തവർ അത് സ്കിപ്പ് ചെയ്തോളൂ. ഞാനിപ്പോൾ ഏതായാലും ഒരു 1/4 ടീസ്പൂൺ സോഡാപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക, ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. വേറെ പൊടികളൊന്നും നമ്മളിതിൽ ആഡ് ചെയ്യണില്ല. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. അപ്പോൾ നമ്മൾ സ്നാക്കിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത് കുറച്ച് ലൂസല്ലേ, ഇനി ഇതിൽ കുറച്ചും കൂടെ പൊടി ഇട്ടൂടെ എന്നൊക്കെ തോന്നും. പക്ഷേ നമ്മൾ കൂടുതൽ പൊടി യൂസ് ചെയ്യുമ്പം നമ്മൾ ഈ സ്നാക്കിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കണ്ട് പോവും. അപ്പം ഈ ഒരു പാകത്തിൽ വേണം നമ്മൾ തയ്യാറാക്കാനായിട്ട്. ഇപ്പം 2 മുട്ടയാണെങ്കിൽ അതിലേക്ക് ഒരു 5 to 6 സ്പൂൺ വരെ പൊടി ചേർത്ത് കൊടുക്കുക, കൂടുതൽ ചേർക്കണ്ട. അപ്പം ഓയിൽ ഇവിടെ ചൂടായിട്ടുണ്ട്. അപ്പം ഇതിലേക്ക് നമ്മൾ കുറേശ്ശെ ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അതിനേക്കാളും ചെറുതായിട്ട് ഒഴിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒഴിച്ചു കൊടുക്കുക. മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. പെട്ടെന്ന് ആയി കിട്ടും. പക്ഷേ കുത്തി കൂട്ടി വെച്ചാൽ ഉള്ളി ചിലപ്പം വെന്തൊന്നും വരില്ല. അപ്പം 3 ഒന്ന് ഇടയ്ക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. സോഡാപ്പൊടി ചേർത്തുകൊണ്ട് നമ്മൾ 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം മാത്രം ഫ്രൈ ചെയ്തെടുക്കുക. സോഡാപ്പൊടി നിങ്ങൾ ചേർക്കണില്ല എന്നുണ്ടെങ്കിൽ അപ്പം തന്നെ ഉണ്ടാക്കാവുന്നതാണ്. ഞാനൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷമാണ് സ്നാക്ക് റെഡിയാക്കിയിട്ടുള്ളത്. ഇനി ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള മാവും ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ലാസ്റ്റ് ഞാൻ മാംഗോ കസ്റ്റേർഡ് ഉണ്ടാക്കിയ സമയത്ത് ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു, ഇൻസ്റ്റയിലും വാട്സപ്പിലൊക്കെ ആയിട്ട്. സിമ്പിളായിട്ടുള്ള എന്തെങ്കിലും ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കണം, അതേപോലെ മഴക്കുള്ള സമയമാണ്. അപ്പം കൂടുതലും നമുക്കിഷ്ടം ഇതേപോലെയുള്ള ചായൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള എന്തെങ്കിലും എരിവുള്ള കോമ്പിനേഷനാണ്. അപ്പം അങ്ങനെ എന്തെങ്കിലും വീഡിയോ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിരുന്നു ഒരുപാട് പേര്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇന്നിങ്ങനെ ഒരു സിമ്പിളായിട്ടൊരു ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. ഭയങ്കര സിമ്പിളാണ്, അതുപോലെ നല്ല ടേസ്റ്റുമാണ്. ഒരുപാട് മസാലകളും കാര്യങ്ങളൊന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. നല്ലൊരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സും ഫാമിലിയായിട്ടൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം.